മത്സരാർത്ഥിയായിരുന്നല്ലോ. അപ്പൊ ഇപ്പോഴത്തെ സീസൺ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ സീസൺ വളരെ നന്നായി പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അല്ലേ? കാണുന്നില്ലേ? കാണുന്നുണ്ട്. കാരണം എൻ്റെ ജീവശ്വാസം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. ഗംഭീരമായിട്ട് തന്നെ പോകുന്നു. എനിക്ക് തോന്നുന്നു തുടക്ക ദിവസം മുതൽ വളരെ എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് തന്നെയാണ് ഈ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ബഹളം കൂടുന്നു എന്നുള്ളതാണ്. പക്ഷെ ബഹളം കൂടിയാലും ലൈവാണല്ലോ, ഒരു ഉറക്കം തൂങ്ങിയല്ലോ പിള്ളേർ. രതീഷ് കുമാറിനെ പുറത്താക്കിയില്ലേ? നിതീഷ് കുമാറിനെ പുറത്താക്കിയത് ആ, അതിൻ്റെ കുറച്ച് അങ്ങനെ ഒരു പുറത്താവൽ നമുക്ക് തോന്നുമ്പോൾ വിഷമം തോന്നും. പക്ഷേ രതീഷ് കുമാറിൻ്റെ എന്ന ആസ്ഥാനത്ത് രണ്ട് പ്രവൃത്തികൾ വന്നത് ബിഗ് ബോസിൻ്റെ ആ ഒരു നിയമത്തിൻ്റെ ഒരു ലംഘനമായിട്ടുള്ളത് കൊണ്ടാവണം പുള്ളി പുറത്താക്കിയത്. വേണമെങ്കിൽ വൈൽഡ് കാർഡിൽ തിരിച്ചെടുക്കാന്നുള്ളേ ഉള്ളൂ. സോറി, അങ്ങനെ എടുക്കുന്നു തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു നമ്മുടെ മലയാളം ബിഗ് ബോസിലുള്ള ഒരു പ്രത്യേകത പറയട്ടെ. ഞാൻ ആരോടും പലപ്പോഴും പറയാത്തൊരു കാര്യം പറയാം. നമ്മൾ ഹോളിവുഡ്, ബോളിവുഡ്, ഹിന്ദി ബിഗ് ബോസിൽ അടിയും വഴക്കും എന്താ പറയുക, സംഘടനകളൊക്കെ എന്ന് പറയുന്നത് റിയൽ സിനിമയെ കാണുന്ന രീതിയിൽ ഏറ്റവും ഹൈ ലെവലിലാണ് പോകുന്നത്. തമിഴിലാണെങ്കിലും തെലുങ്കിലും മറ്റ് ലാംഗ്വേജുകളിലെല്ലാം വളരെ എഫക്റ്റീവായിട്ടാണ് പോകണം. പക്ഷെ മലയാളം ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? എന്നെ തൊട്ടു, എന്നെ ഞോണ്ടി, എന്നെ അള്ളി, എന്നെ മാന്തിക്കീറി, എന്നെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഈ വിക്ടിം കാർഡുകളും പിന്നെ വിമൺ കാർഡുകൾ, ഇങ്ങനെയുള്ള ചില കാർഡുകൾ എടുത്തു വെച്ച് കളിക്കുമ്പോൾ ആ ഗെയിമിന് സുഖം അങ്ങ് പോകും. ശരിയല്ലേ? അതിൻ്റെ സുഖം അങ്ങ് പോകും. അത്രത്തോളം ദോഷം ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടികളിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ചെറിയ ചെറിയ വാക്കുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രവൃത്തികളും തൊടുമ്പോഴത്തേക്ക് ഒന്ന് വന്ന് ഉന്തി അല്ലെങ്കിൽ ഒന്ന് ചെസ്റ്റ് കൊണ്ട് തള്ളി, അപ്പോൾ ഉടനെ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് അങ്ങോട്ട് ഘോരഘോരമായിട്ട് വരും. അത് മലയാളം ബിഗ് ബോസിൻ്റെ ഒരു ശാപമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം നല്ല രീതിയിൽ ബിഗ് ബോസ് ഷോ കൊണ്ടുപോകാൻ മലയാളത്തിന് പലപ്പോഴും പറ്റാത്തത്, കണ്ടസ്റ്റൻസ് അങ്ങനെ നമ്മളൊരു ഹീറ്റായി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തു വരുമ്പോൾ നമ്മളത് റിയലായിട്ട് ജെനുവിനായിട്ട്, ഇപ്പോൾ റോക്കി അത് ജെനുവിനായിട്ട് തോന്നുമ്പം റോക്കിയെ പ്രൊവോക്കേറ്റ് ചെയ്തതുകൊണ്ട്, അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത്, വെറുതെ ഇരിക്കുന്ന റോക്കിയെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിനെ ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കത് പറഞ്ഞുകൂടെ? വെർബൽ പീഡനം മാത്രമല്ലല്ലോ, മറ്റ് രണ്ടുപേര് ഇയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരുതരം ഹാസ്യാത്മകമായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ചൊറിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സ്വാഭാവികമായൊരു ആത്മാഭിമാനം ഉണരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് വന്നിട്ട് എതിരാളിയായ മത്സരാർത്ഥിയെ അടിക്കാനും ഇടിക്കാനും ഒക്കെ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കണ്ടിട്ടുണ്ട്. മൈക്ക് ടൈസൺ എതിരാളിയുടെ മൂക്കിടിച്ച് പഞ്ചറാക്കുന്നു, ഉടനെ എതിരാളി പരാതി പറഞ്ഞുകൊണ്ട് നടക്കുമോ? എഗ്രിമെൻറ്റുകൾ എഴുതി ചേർത്തിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോകൾ വരുമ്പോൾ കുറച്ച് വളരെ ചെറിയ രീതിയിലെങ്കിൽ പോലും കുറച്ച് ഫ്രീഡം മത്സരാർത്ഥികൾക്ക് കൊടുത്താൽ മാത്രമേ ഒറിജിനലായിട്ടുള്ള ഒരുപാട് കഴിവുകൾ അവർക്ക് പുറത്തോട്ട് എടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഓരോരുത്തരും പേടിച്ച്, അയ്യോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഇങ്ങനെ പറഞ്ഞാൽ തെറ്റാവും, അങ്ങനെ ഞാൻ പ്രവർത്തിച്ചാൽ പ്രശ്നമാവും, ഞാൻ ഇതിലോട്ട് കൂടുതൽ ഇടപെട്ടാൽ പ്രശ്നമാവും എന്ന് പറഞ്ഞ് എല്ലാവരും ഉൾവലിഞ്ഞിരിക്കും. ഇപ്പോൾ കുറേ പേരെ നമ്മൾ നോക്കിയാൽ കാണാം. സാറിന് പേഴ്സണലി ആരെങ്കിലും അറിയോ ഇതിനകത്ത് നമ്മൾ കുറച്ച് പേരെ നോക്കിയാൽ, ഏത് ഷോയിൽ നോക്കിയാലും മതി, പ്രത്യേകിച്ച് മലയാളത്തിൽ ഇതിൽ ചിലത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്സവത്തിന് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ അഴകിന് കൊണ്ട് നിർത്തിയിരിക്കുന്ന കണക്കാണ് കുറേ പേരെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, അല്ലേ? എന്നാൽ ബോളിവുഡ് അങ്ങനെയല്ല. ബോളിവുഡ് അവർ ഫൈറ്റ് ചെയ്യാത്തതിനും അല്ലെങ്കിൽ അവർ ഏറ്റവും നല്ല രീതിയിൽ കണ്ടൻറ്റുകൾ കൊടുക്കാതെ ചുമ്മാ അടിയിലും വഴക്കിലും വെറുതെ പോകുമ്പോൾ മാത്രമാണ് സൽമാൻ ഖാൻ അതിനകത്ത് ഇടപെടുന്നതും. ലവ് ട്രാക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഫിലിം കാണാൻ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആരോടൊക്കെ ഞാൻ പറഞ്ഞതാണ്, ആ ലവ് ട്രാക്ക് എന്ന് പറയുന്നത് 3 ദിവസം കൊണ്ടുണ്ടാകുക. അവർ കുറച്ച് ക്ഷമയോടെ ഇരുന്നെങ്കിൽ വിജയിച്ചേനെ. ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വേണ്ടേ ലവ് ഒക്കെ എടുക്കാൻ. 3-ാമത്തെ ദിവസം വന്ന് ലവ് എടുത്തതിന് ശേഷം ജനങ്ങൾ മുഴുവൻ എന്നെ പറ്റിച്ചുകൊണ്ട് ഈ രീതി പോകുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ കെട്ടിപ്പിടുത്തവും ഉമ്മ വെപ്പുവാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ മേളിൽ കടിയിലേക്ക് പോയി, അല്ലേ? കുറച്ച് കടി കൂടി, അല്ലേ? കുറച്ച് കടി കൂടിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും. ആ കടി എന്ന് പറഞ്ഞാൽ കയ്യിൽ കടിച്ചതാണ് കേട്ടോ, വേറെ ഉറുമ്പ് കടിച്ചോ എന്താണെന്ന് പറയുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടികൾ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് കണ്ടൻറ്റ് കൊടുക്കാനുള്ളൊരു വെപ്രാളം ഉണ്ടാവും ചിലർക്ക്. സ്വന്തമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വേണ്ടിയാണ് വരുന്നത്, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഈ ആഴ്ച ആര് പോകുന്നു? ഈ ആഴ്ച പോകുന്നല്ല, ഈ ആഴ്ചയിൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ രതീഷിനെയാണ് പൊക്കി പറഞ്ഞതെങ്കിൽ ഈ ആഴ്ച ഞാൻ പറയുന്നു അപ്സരയാണ് ഞാൻ പൊക്കി പറയുന്നത്. കാരണം അപ്സരയെ നമ്മൾ കുറച്ച് കണ്ടു, പക്ഷേ അപ്സരയുടെ ആ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞ് എഴയുന്ന പരിപാടിയിൽ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് 5-6 വർഷം NCCയുടെ സർജൻ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയെ ഒന്നിനെ നമുക്ക് ബാക്കിലേക്ക് തള്ളിക്കാൻ പറ്റത്തില്ല. അത്ര മിടുക്കത്തിയായിട്ടാണ് അപ്സര മുമ്പോട്ട് വന്നിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് അപ്സര ഡീസൻ്റ് ആയിട്ട് പെരുമാറുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞ ജാസ്മിന് സപ്പോർട്ട് എന്നുള്ള നിലയിൽ
ഗബ്രി എന്താ പേര്? ഗബ്രി അല്ലെങ്കിൽ ഗബ്രിക്ക് ഒരു ബലം എന്ന് പറഞ്ഞ രീതി. അങ്ങനെ എന്തിനാ ഒരു ബലം? അതുകൊണ്ടാണ് അപ്സര കൃത്യമായിട്ട് പറഞ്ഞത്. എനിക്കിവിടെ 18 ഫ്രണ്ട്സ് ഉണ്ട്, ഓരോരുത്തരും എൻ്റെ ഫ്രണ്ട്സാണ്. എനിക്ക് മറ്റാരും വിശ്വാസമില്ല എന്ന് പറയുന്നത് സംശയരോഗിയുടെ അവസ്ഥയല്ലേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ മുന്നേറി നിൽക്കുന്നതും മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും അപ്സര ജെനുവിനാണ്, ഒറ്റ കളിക്കുന്നത്. ബിഗ് ബോസില് വേണ്ടായിരുന്നു ഈ മത്സരാർത്ഥി വരേണ്ട. ഉത്തരം പറയാമോ? എന്താ ചോദിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ജാസ്മിനും ഗബ്രിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. അത് അവരുടെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എനിക്ക് അതാ ഞാൻ പറഞ്ഞത്. ഒരു മൂന്നാമത്തെ ദിവസം നമ്മൾ രണ്ടും കൂടെ അങ്ങോട്ട് കയറുകയാണ് അല്ലേ? എന്താണ് നമ്മളുടെ പേര്? സൂര്യ. ഞാനും സൂര്യയും കൂടെ ഒരു ഷോയിലേക്ക് അങ്ങോട്ട് കയറുന്നു. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല, പരിചയപ്പെട്ടിട്ടില്ല എന്ന് നാട്ടുകാരെ അറിയിക്കുന്നു. 100 ദിവസം അതിനകത്ത് നിൽക്കേണ്ട നമ്മൾ മൂന്നാമത്തെ ദിവസം പ്രണയം തുടങ്ങുകയാണെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ 2 ഒന്നിൽ ഇവർ അഭ്യസിക്കുക, അല്ലെങ്കിൽ വരുന്നതിന് മുമ്പേ എങ്ങനെയോ കോൺടാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വന്നതാവാം. അല്ലാതെ നമ്മൾ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, നമ്മുടെ നോട്ടങ്ങളിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൂടെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു പ്രണയം വന്നതിന് ശേഷം അതിൽ പ്രണയം വരുന്നതിൽ തെറ്റില്ല. പ്രണയമാണ് വേണ്ടത്, ഹൃദയത്തിൽ നിന്ന് പ്രണയം വരണം. അത് പക്ഷേ നാച്ചുറൽ ആയിരിക്കണം. നമ്മളെ പറ്റിക്കാനുള്ള പ്രണയം വന്നു കഴിഞ്ഞാൽ അല്ലേ? സാറിന് അങ്ങനെ ആരുടെ തോന്നിട്ടില്ല? എനിക്ക് തോന്നാൻ തക്ക രീതിയിലുള്ള ആൾക്കാർ വന്നിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും വരുമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഒരു പ്രണയമൊക്കെ ഉണ്ട്, അത് വരും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രണയത്തിനെ ആൾക്കാർ എതിർക്കുന്നെങ്കിൽ അതുമല്ല, അത് പരിധി വിട്ടുപോയി. നമ്മൾ തമ്മിൽ അങ്ങോട്ട് പ്രണയിച്ച് കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം ഞാൻ നിൻ്റെ കൈയും കാലും പിടിച്ച് കടിക്കുമോ? അപ്പോൾ എനിക്കെന്തോ സൈക്കോ പ്രോബ്ലം ഉണ്ട്. അത് സ്ട്രാറ്റജിയുടെ അതുമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീട്ടുകാർ കാണുന്നുണ്ട്, നാട്ടുകാർ കാണുന്നുണ്ട്, അയൽവക്കക്കാർ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്ട്രാറ്റജി വരാൻ പോകുന്നത് എൻ്റെ കണക്കോട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു കെട്ടിപ്പിടുത്തവും മോപ്പമാണ്, അതിനും അപ്പുറത്തേക്ക് പോയെങ്കിൽ ഇനി തോന്നുന്നതെന്ന് പറയുന്നത് എന്താണ്? അടുത്തത് ഇമോഷണൽ ട്രാക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ പൊട്ടിക്കരച്ചിലും മാനസാന്തരവും കുറ്റബോധവും പിന്നെ മാപ്പപേക്ഷിക്കലും. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ സാർ. അപ്പൊ ഈ ആഴ്ച ആര് പോകും? അല്ലല്ല, അങ്ങനെ ഈ ആഴ്ച ആര് പോകും എന്നുള്ളതിനെ കുറിച്ച് പറയാനായിട്ട് അല്ല, അങ്ങനെ ആര് പോകുന്നതിനെ കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷേ ഈ ആഴ്ച മുന്നിലേക്ക് നിൽക്കുന്ന ആരൊക്കെയെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 1ാം സ്ഥാനം ഞാൻ അപ്സരയെ പറയും. അപ്സര ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് കളിക്കുന്നതിനാണ് അതോ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ് ഇപ്പൊ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ അഖിൽമാരാകാൻ ശ്രമിക്കുന്നതൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും. ഇപ്പൊ സാറാകാൻ പറയുന്ന ആൾക്കാരുണ്ട്, ചിലർ പറയുന്നത് സാബുമോനാൻ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ബിഗ് ബോസിന്റെ ഒരു സ്ട്രാറ്റജി? ശരിക്കും പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കാതെ കളിക്കുന്നതിനാണ് വാല്യൂ കൂടുതൽ. അല്ല, അത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കേണ്ടടുത്ത് ശബ്ദം ഉണ്ടാക്കുക തന്നെ വേണം. നമ്മളെന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി. ഇപ്പം ഞാൻ ഇത് പറയുന്നത് വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനും കൂടെ ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇപ്പോൾ വൈൽഡ് കാർഡുകൾ കയറുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് കാണും, അതുപോലെ അടുത്ത വർഷങ്ങളിൽ വരുമ്പോൾ അവരും ഇത് കാണും, അവരും അറിയണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യേണ്ടത്? വരുന്നവർക്കുള്ളൊരു മെസ്സേജ് എന്നുള്ള നിലയിൽ പറയുന്നത് നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, കണ്ടൻറ്റ് കൊടുക്കേണ്ടടുത്ത് കണ്ടൻറ്റ് കൊടുക്കണം, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കണം, പ്രണയിക്കേണ്ടടുത്ത് പ്രണയിക്കണം, ഫൈറ്റ് ചെയ്യേണ്ടടുത്ത് ഫൈറ്റ് ചെയ്യണം, അന്യായം കണ്ടാൽ പ്രതികരിക്കണം. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ ഏത് സ്റ്റാൻഡിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ജെന്യുവിനായിട്ട് ഒറ്റയ്ക്ക് മുന്നേറാനായിട്ട് നോക്കുക. ചില ഗെയിം ബിഗ് ബോസ് തരും. ആ തരുന്നതിന് ഗ്രൂപ്പ് ആവാനുള്ള ഗെയിം തരും. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ആവാം. കമ്പനി കൂടേണ്ട സാധനം തരും. നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച്, ഇപ്പം ഞാനും പവനും നമ്മുടെ സീസൺ 2 കോയിൻ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോയിൻ ടാസ്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുള്ളവരെ ബുദ്ധിപരമായി കൂട്ടാം. അപ്പോൾ എനിക്ക് മറ്റുള്ളവരെ ഇടിച്ചിട്ട് പോയി കോയിൻ പറക്കാനുള്ള ആരോഗ്യമില്ല. അപ്പം ഞാൻ പവനോട് പറഞ്ഞെന്താ, നീ കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ, ഞാൻ സൂക്ഷിച്ച് പിടിച്ചുകൊണ്ടിരിക്കാം, പക്ഷേ ഒരു ഷെയർ എനിക്ക് തരണം. മനസ്സിലായില്ലേ? അപ്പോൾ അവൻ ഇടിച്ചത് അത് കളക്ട് ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ അത് സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ ആവാം. പക്ഷേ നമ്മൾ ത്രൂ ഔട്ട് എങ്ങോട്ട് പോകുമ്പോഴും ഒരാളിൻ്റെ കൈ പിടിച്ച് കഷത്ത് വെച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത് നഴ്സറി കുട്ടിയൊന്നും അല്ലല്ലോ, ആണോ? അവിടെയൊക്കെയാണ് തെറ്റിയത്, അവിടെയൊക്കെയാണ് മിസ്സിങ് ആയിപ്പോയത്. പിന്നെ കൂടാതെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ധാർഷ്ട്യം നമുക്കുണ്ടാകും. കാരണം ഞാൻ എങ്ങനെയൊക്കെ കാണിച്ചാലും എനിക്ക് സപ്പോർട്ട് വെളിയിൽ നിന്നുണ്ടാവുന്നു. കണ്ടുവരുന്നത് എല്ലാ ആളുകൾക്കും PR വർക്ക് നന്നായിട്ടുണ്ട്, പഴയ പോലെ അല്ലെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല, എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. കുറച്ച് പേർക്കുണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ ചിലരുടെയൊക്കെ വീഡിയോ കണ്ടു. കാരണം അവർ കയറി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് വീഡിയോകൾ പലതും വരുന്നുണ്ട്. അത് പ്രീ പ്ലാൻഡ് ആയിട്ട് ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ കീനായിട്ട് നോക്കുന്ന ആളല്ല. കാരണം എൻ്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ഓടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റാറില്ല. പക്ഷെ ചില വീഡിയോസ് ഞാൻ കണ്ടപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ പ്രീ പ്ലാൻ ചെയ്ത് എല്ലാമൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. 8 ടൈം അല്ലല്ല, അങ്ങനെ കപ്പടിക്കാൻ പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളെ മുടി ഋഷി എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കയറി ഗംഭീരമായില്ലേ. അപ്പോൾ ഇതിൽ പതുങ്ങിയിരിക്കുന്ന സൈലൻ്റ് ആയിരിക്കുന്ന പലരും വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച മുൻനിരയിലേക്ക് വരാം. ഇനിയിപ്പോൾ വൈൽഡ് കാർഡുകൾ കുറച്ച് പേര് വരും. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, കോമൺ എൻട്രി ആയിട്ടുള്ള 2 പേരുണ്ടല്ലോ, അവരുടെ അതെനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കോമൺ എൻട്രി എന്ന് പറയുന്ന കോമണേഴ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഒരാൾ, അതുകൊണ്ടാണല്ലോ പവർ ഹൗസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പവർ റൂം എന്ന് പറയുന്നത് ഉറക്കം തൂങ്ങികൾക്കുള്ള റൂമായി മാറിയിരിക്കുകയാണ്. ആക്ച്വൽ പവർ ഉള്ളവർ പലരും മറ്റു റൂമിൽ കിടന്ന് പണി ചെയ്യുകയും ഉറക്കം തൂങ്ങികളായ ചിലർ
പവർ റൂമിനകത്തും ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ശ്രീരേഖ നന്നായി കളിക്കുന്നുണ്ട്. ശ്രീരേഖ ഒറ്റയ്ക്ക് തന്നെയാണ് ശ്രീരേഖ കളിക്കുന്നത്. അതുപോലെ തന്നെ റോക്കി നല്ല പവർഫുള്ളായിട്ട് കളിക്കുന്നു. അപ്പോൾ റോക്കിക്ക് മറ്റേതിലുള്ള ഒരു അമർഷമാണ്. റോക്കിയുടെ ലൈഫ് സ്റ്റൈൽ പറഞ്ഞപ്പോൾ ആർക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. പക്ഷേ അങ്ങനെ അതെന്താ കാരണം എന്നറിയാമോ? റോക്കി നല്ല ജെനുവിനായി ഒറ്റയ്ക്ക് തന്നെ കളിക്കുകയാണ്. പക്ഷേ റോക്കി കുറച്ച് പാഷനേറ്റ് ആവാൻ പറ്റുമെങ്കിൽ, കാരണം റോക്കിയിലൊരു മൃദുത്വവും ഒരു സോഫ്റ്റും ഒക്കെ കൂടെ വരണം. ഒരു പ്രണയം റോക്കിയിൽ വരുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. മനസ്സിലായില്ലേ? ആ ഒരു സ്നേഹവും ഇതൊരു തരം പലപ്പോഴും ഇത്തിരി അഹങ്കാരം വന്നിട്ടുള്ള, എൻ്റെ നാട്ടുകാരനാണ്, തിരുവനന്തപുരംകാരനാണ്. പക്ഷേ ഞാൻ പറയുന്നത് സത്യസന്ധവും നീതിയുക്തവും ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇത് കുറച്ച് പവർ കൂടിപ്പോയതാണ് റോക്കിയുടെ പ്രശ്നം. റോക്കി കുറച്ച് പവർ കുറയ്ക്കണം. പക്ഷെ റോക്കിക്ക് ഫാൻസ് ഉണ്ട്. റോക്കി അതെനിക്കറിയില്ല. റോക്കിക്ക് ഫാൻസ് ഉണ്ടാവണം. ഞാൻ ഇവരുടെ എല്ലാവരും നന്നായി കളിക്കുന്നവരെ. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചലഞ്ചറായി കയറിയപ്പോഴത്തേക്ക് ഞാൻ ചെന്നിട്ട് ശോഭയുടെ അടുത്ത് പറഞ്ഞു, മനസ്സിലായില്ലേ? അഖിൽമാരേക്കാൾ ഒരുപടി ഗംഭീരമായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെയും കളിച്ച ആളാരായിരുന്നു കഴിഞ്ഞ സീസണിൽ? ശോഭ വിശ്വനാഥ്. പക്ഷേ ശോഭ വിശ്വനാഥ് പല സ്ഥലത്തും ആസ്ഥാനത്ത് വാവിട്ട വാക്കുകൾ, ചില പ്രവൃത്തികൾ പറഞ്ഞു. അപ്പം ഞാൻ ശോഭയെടുത്ത് പറഞ്ഞു, ഒരു പൊടിക്ക് കുറയ്ക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വാക്ക് എന്ത് ചെയ്തില്ല, കേട്ടില്ല. കേൾക്കാത്ത എൻ്റെ ഫലം റിസൾട്ടുകളിൽ വരും എന്നുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്? തീർക്കണ്ട, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, കാണുമ്പോൾ ചോദിക്കുക. സ്ക്രിപ്റ്റഡ് ആണോ സാർ? എല്ലാരും പറയുന്നു ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ലവ് സ്ട്രാറ്റജി, അതൊരു സ്ക്രിപ്റ്റാണ്. അവർ കൊണ്ടുവന്ന സ്ക്രിപ്റ്റാണ്, ആ വ്യക്തികൾ കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റാണ്. ഇപ്പോൾ റോക്കിയെ സംബന്ധിച്ച് റോക്കിയുടേതായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ നിൽക്കും, ഞാൻ സ്റ്റേൺ ആണ്, ഞാൻ ജെനുവിനാണ്, ഞാൻ സ്ട്രോങ് ആണ്. പക്ഷെ അത് ഓവർ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അതും ജനത്തിന് ഇഷ്ടപ്പെടത്തില്ല. എല്ലാം അതിനകത്തുകൊണ്ടാണ്. പിന്നെ വന്നിരുന്ന് കുറേ ഉറക്കം തൂങ്ങിയിട്ട് പോയി. പിന്നെ ചിലർ പറഞ്ഞിരിക്കുന്ന കഥ ഫേക്കാണ്. അതുകൊണ്ടാണ് ലാലേട്ടൻ തന്നെ പറഞ്ഞത്, നിങ്ങൾ കൃത്യമായി, പ്രേക്ഷകർ കൃത്യമായി അനാലിസിസ് നടത്തി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. അല്ലാതെ ചാടിക്കയറി ചെയ്യരുത്. വ്യക്തമായി മനസ്സിലാക്കും. നമ്മളും വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല. മനസ്സിലായില്ലേ? കുറച്ച് പേർ വേറെ അതുപോലെ തന്നെ ചില ആപ്പുകളുടെ കാര്യമൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ആപ്പ് ഏതാ എനിക്ക് മനസ്സിലാവണില്ല. എനിക്കും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് മെമ്പേഴ്സ്, അല്ല എൻ്റെ യൂട്യൂബിലുണ്ട്. എനിക്ക് വല്ലപ്പോഴും ഒരു വർഷം വല്ലപ്പോഴും 7500 രൂപയായിരിക്കും എനിക്ക് വല്ലപ്പോഴും കിട്ടുക. ഞാൻ അതിനെ പണം ഉണ്ടാക്കാനുള്ളൊരു മെഷീനറി ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ചിലരൊക്കെ പറയുന്ന കേൾക്കുന്ന ഇതിൽ നിന്നുണ്ടാക്കിയ ലക്ഷങ്ങൾ കൊണ്ട് ഒരുപാട് സംഗതികളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കങ്ങോട്ട് മനസ്സിലാകാത്തത് വേറെ വല്ല രഹസ്യ ആപ്പുകളുണ്ടോ എനിക്കിവിടെ ഒന്ന് എടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ. കാരണം ചാരിറ്റി ചെയ്യുന്നുണ്ട്. ചാരിറ്റിയിൽ പാവങ്ങളെ സഹായിക്കണമെങ്കിൽ നല്ല പണം വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടുപിടിക്കണം, ഏത് ആപ്പിലൂടെയാണ് ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലേ? ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പം ബിഗ് ബോസ് നന്നായി പോട്ടെ. വരുന്ന വൈൽഡ് കാർഡുകൾ ഇതിനേക്കാൾ കിടിലമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ചിലരൊക്കെ പൊടിക്ക് കുറയ്ക്കേണ്ടതുണ്ട്, ചിലർ കുറേ കൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് ലൈവായിട്ട് തന്നെ പോകുന്നത്. ഈ സീസണിൽ ഈ 3-4 റൂമുകളുള്ളതുകൊണ്ട് അത് നല്ല ആക്റ്റീവാണ്. ഓക്കെ അല്ലേ? വീണ്ടും വരാം.